നമസ്കാരം. മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർണം എന്നാൽ ആഭരണങ്ങൾ മാത്രമല്ല, ആളുകളുടെ നിക്ഷേപവും വികാരവും കൂടി കലർന്ന ഒന്നാണ്. പുതിയതും ട്രെൻഡിങ്ങുമായ ആഭരണങ്ങൾ വാങ്ങാനായി പഴയ സ്വർണം വിൽക്കുന്ന പ്രവണത ഇന്ന് ഏറി വരുന്നു. നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും 2023-24 വർഷത്തിന്റെ സ്വർണത്തിന്റെ ആവശ്യകത 18% വർദ്ധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. 2024-25 സ്വർണ്ണാഭരണങ്ങളുടെ ഉപഭോഗ മൂല്യത്തിനനുസരിച്ച് 14 മുതൽ 18% വരെ ഉയരുമെന്ന് ICRA പ്രവചിക്കുന്നു. സ്വർണ്ണവില ഉയർന്നാലും പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു സുരക്ഷാ മാർഗമായിട്ടാണ് ഇപ്പോഴും സ്വർണത്തെ കണക്കാക്കുന്നത്. റെഡ് സീ PwC റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഇന്ത്യൻ ആഭരണ വിപണി ഏകദേശം $67 ബില്യൺ. 2028ഓടെ ഇത് 115 മുതൽ 125 ബില്യൺ വരെ എത്താൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കുന്നു. സ്വർണം വിൽക്കുമ്പോഴോ മാറ്റി വാങ്ങുമ്പോഴോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ പറയും. സ്വർണം വിൽക്കാൻ പോകുമ്പോൾ പണിക്കൂലി മാത്രമല്ല, വിപണി മൂല്യത്തിന്റെ കുറവും GST കിഴിവും ചെയ്യും. ഇത് നിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തും. സ്വർണം മാറ്റി വാങ്ങുമ്പോൾ എങ്ങനെ നഷ്ടം സംഭവിക്കുന്നു? നിങ്ങളുടെ പഴയ ആഭരണങ്ങൾ വിറ്റ് പുതിയവ വാങ്ങുമ്പോൾ പഴയ ആഭരണങ്ങളുടെ വിലയിൽ നിന്ന് GST, വിപണി മൂല്യത്തിന്റെ കുറവ്, പണിക്കൂലി എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ഇത് നിങ്ങളുടെ പഴയ സ്വർണത്തിന്റെ വില കുറയ്ക്കുന്നു. മാത്രമല്ല, ഇതിനു പകരമായി നിങ്ങൾ പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന് പണിക്കൂലി 10% മുതൽ 25% വരെ ആകാം. 3% GST എന്നിവയും അധികമായി നൽകേണ്ടി വരും. ഇത് ഇരട്ടി നഷ്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. നിക്ഷേപം ലക്ഷ്യമിടുമ്പോൾ ആഭരണങ്ങൾ ഉചിതമായ മാർഗമല്ല. നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപം നടത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഭരണങ്ങളെക്കാൾ നല്ലത് സ്വർണ്ണ നാണയങ്ങളോ സ്വർണ്ണ കട്ടികളോ വാങ്ങുന്നതാണ്. കാരണം ആഭരണങ്ങൾ പണിക്കുറവും പണിക്കൂലിയും അധികമായി ഈടാക്കുന്നു. പല ഇന്ത്യക്കാരും സ്വർണത്തെ ദീർഘകാല നിക്ഷേപമായിട്ടാണ് കാണുന്നത്. ആവശ്യം വരുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം നേടാമെന്നും എപ്പോൾ വേണമെങ്കിലും പുതിയ ആഭരണങ്ങൾ വാങ്ങാമെന്നും അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ സ്വർണ്ണാഭരണങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം വിൽക്കുന്നതിലേക്ക് ആളുകളെ എത്തിക്കുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ആഭരണങ്ങൾ വിൽക്കുന്നതിന് മുൻപ് പണിക്കൂലി, വിപണി വിലയിലെ കുറവ്, സ്വർണ്ണാഭരണത്തിന്റെ പരിശുദ്ധി എന്നിവ തീർച്ചയായും പരിശോധിക്കുക. സ്വർണ്ണവിലയിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ വിപണിയിലെ വിലകൾ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സമയം സ്വർണം വിൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.